ഹലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ കടയിൽ എങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, ചേച്ചി ഒന്ന് ബീഫ് കറി റെസിപ്പി ഇടുമെന്ന്. അപ്പോൾ അതേ ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഈ ഒരു ബീഫ് കറിയിലെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ 3 കിലോ ബീഫ് കറിയാണ് ഞാൻ വെക്കാൻ പോണത്. അങ്ങനെ ബീഫ് കഴുകി വരാമെന്നും പറഞ്ഞിട്ട് പാത്രത്തിലോട്ട് ഇട്ടപ്പോഴാണ് നോക്കിയപ്പോൾ എന്താണ് മൊത്തം നെയ്യ്. കുറേ നെയ്യൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര മട്ടിപ്പായിരിക്കും നമ്മുടെ ബീഫ് കറിക്ക്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നെയ്യൊക്കെ പിറക്കി മാറ്റി വെച്ച്. ഇക്കാനോട് കുറച്ച് നെയ്യ് ഇട്ടോട്ടെ ഇക്കാന്ന് പറഞ്ഞാലേ മൊത്തം നെയ്യ് അങ്ങോട്ട് ഇട്ടുകൊണ്ട് വരും. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, വേറെ ഒന്നുമല്ല, ചില സമയത്തൊക്കെ ഒന്നും ഒട്ടും നെയ്യ് ഉണ്ടാവില്ല. അപ്പം എല്ലാ ദിവസം ബീഫ് മേടിക്കണേണല്ലോ. അപ്പം നാളത്തേക്ക് ബീഫ് മേടിക്കുമ്പോൾ നെയ്യില്ലെങ്കിൽ ആ നെയ്യ് എടുത്തിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ഇതേ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഭയങ്കര വിലയുള്ള സമയത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേപോലത്തെ കുപ്പിയൊക്കെ വാങ്ങിക്കണേ ഭയങ്കര ലാഭം ഉണ്ടാകും. അപ്പം നമ്മളുടെ ഇവിടെ ഈ മറ്റേ കുടംപുളിയും വാളംപുളിയും കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്നതാണ്. ഞാൻ നോക്കുമ്പോഴാണ് ഇതിന് 170 രൂപയും ഉള്ള വില, കുറേ ഉണ്ട് താനും. അപ്പം നമുക്കിത് ലാഭമല്ലാന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. എളുപ്പമാണല്ലോ ഇത്, പൊളിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 സവാളയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതേപോലെ നല്ല കറി വെക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മളെന്തെങ്കിലും കറി വെക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവില്ല, വേറൊരു മോഡൽ അല്ലെങ്കിൽ വേറൊരു വെറൈറ്റി എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പം ഞാൻ വേറൊരു തരത്തിലാണ് കറി വെക്കാമെന്ന് വിചാരിച്ചത്, വഴറ്റിയിട്ടൊക്കെ. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോഴാണ് ഈ ഒരു ബീഫിൽ കുറേ നെയ്യുണ്ട്, പിന്നെ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇതേപോലെ തിരുമ്മി നമുക്ക് കറി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അധികം വെളിച്ചെണ്ണയും ആകൂല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതേപോലെ ചെയ്യണത്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം കേട്ടോ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിലേക്ക് ബീഫ് ഇടുന്ന സമയത്ത് 2 ബീഫ് കഷ്ണം താഴത്തോട്ട് വീണിട്ടുണ്ട്. താഴത്തെന്ന് പറഞ്ഞാൽ തിണ്ടും വേണ്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തേലും ന്യൂട്രി കൂടി അതങ്ങൾ കഴുകിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ബീഫിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ കുക്കറിനെ നിലത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, ഉരുളി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. അത് അവിടെ ഒന്ന് ചൂടാകട്ടെ. അപ്പം നമ്മുടെ ബീഫിൻ്റെയൊക്കെ അവസ്ഥകൾ എന്താണെന്നൊന്ന് നോക്കിക്കളയാല്ലേ. ഞാനിപ്പോൾ ഈ കുക്കറിനോട് നല്ല മൽപ്പിടുത്തം പിടിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഭയങ്കര ടൈറ്റാണ് ഈ കുക്കർ. നമ്മൾ തുറന്ന് നോക്കിയപ്പോഴേ ബീഫൊക്കെ നന്നായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർ പറയണേക്കാം വേവിച്ചിറച്ചും പുട്ടും നല്ല ടേസ്റ്റാണ്. എന്നാൽ പിന്നെ കുറച്ച് നമ്മൾക്കും കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വേവിച്ചതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ച് കറിപ്പാത്രത്തിലിട്ടാ സൗകര്യം പോലെ ഇരുന്ന് തട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കേ ഈ ബീഫ് കറി ഒന്ന് കൂട്ടിയെടുത്താലോ. അപ്പം ഞാൻ ഈ ക്യാമറ ഒന്ന് ഫ്രണ്ടിലോട്ട് ആക്കട്ടെ, എന്നാൽ മാത്രമേ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇതേ നോക്കിയാൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ചേക്കണ എന്തോരോന്ന് 1 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ടുള്ളൂ. ഉലുവ ഇട്ടല്ലേ ഗ്യാസില്ലാണ്ടിരിക്കാൻ വേണ്ടി. ചില ആൾക്കാർക്ക് ബീഫ് കഴിച്ചാൽ ഗ്യാസ് ആയിരിക്കും. ഉലുവ ഇട്ടതേ അങ്ങോട്ട് ഇട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നു. പാത്രത്തിൽ 5-6 ഇതുകൊണ്ടിട്ടേ നനഞ്ഞ പാത്രവുമായിരുന്നു തോന്നുന്നു. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. പിന്നെ കൈ കൊണ്ട് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തേക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണം. അതേപോലെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല നെയ്യുള്ള ബീഫായതുകൊണ്ടിട്ടാണ് ഞാൻ കുറഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. നെയ്യില്ലാത്ത ബീഫൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തന്നെ വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ട നമ്മുടെ നെയ്യ് കണ്ട ഇറച്ചിയിലുള്ളത്. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ബീഫ് അങ്ങാടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈയാണെങ്കിൽ പൊള്ളണ്, ആവി കയറിയിട്ടേ. അങ്ങനെ മൊത്തത്തിൽ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൂട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് മല്ലിപ്പൊടി ഇടൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനേ മിക്കപ്പോഴും പറയാറുണ്ട് ബീഫ് റോസ്റ്റിൽ മല്ലിപ്പൊടി ഇടാറില്ല, ബീഫ് കറിയിൽ മാത്രം മല്ലിപ്പൊടി ചേർക്കൊള്ളട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെയുള്ള പൊടിക്കാത്ത മസാലയില്ലേ, അത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ഞങ്ങൾ ആവശ്യത്തിന് മാത്രമേ പൊടിച്ചെടുക്കുള്ളൂ കേട്ടോ, പൊടിച്ചൊന്നും വെക്കാറില്ല. അപ്പോൾ അതിൻ്റെ മണവും ഗുണമൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പുതിനില ഉണ്ടെങ്കിൽ 2-3 ഇല കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരുന്നു. പക്ഷെ എൻ്റെ അടുത്തില്ല, തീർന്നു പോയായിരുന്നേ.
അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു തക്കാളി ഇടണോട്ടെ ഇതിൽ. അപ്പോൾ ഈ ഒരു തക്കാളി എന്ന് വെച്ചാൽ വെന്തുടയാൻ പാടില്ല. അതേപോലെ തന്നെ കിടന്നാൽ നല്ല ടേസ്റ്റാണ് ബീഫ് കറി കിടക്കുമ്പോൾ. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇളക്കി കൂട്ടുന്ന സമയത്ത് ഓർത്ത് അയ്യോ ഇതിൻ്റെ ഉപ്പും പുളിയും നോക്കിയില്ലല്ലോ, പുളിയല്ല കേട്ടോ ഉപ്പ് നോക്കിയില്ലല്ലോ. അങ്ങനെ ഞാനൊന്ന് ഉപ്പ് നോക്കിയേട്ടാ. പിന്നെ ഞാൻ വെറും വാക്ക് പറയണല്ല, ഞാൻ എന്നെ തന്നെ പൊക്കിയും പറയണല്ല കേട്ടോ. എന്താണെന്നറിയില്ല, എന്ത് വെച്ചാലും കറക്റ്റ് ആയിരിക്കും കേട്ടോ. ചില സമയത്ത് മാത്രം ഇച്ചിരി ഉപ്പ് കുറേയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പൊന്നോ, എന്താ ബീഫ് കറി കിടക്കണ കിടപ്പ് വേണ്ട, കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റാണെന്നല്ല, അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട്. ബീഫ് കറിയൊക്കെ ഈ ഒരു തരത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കണം, പലതരത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ വെളിച്ചെണ്ണയൊന്നും അധികം ചിലവാകാതെ ഈ ബീഫിനൊക്കെ നല്ല നെയ്യുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ ഇത്. ഈ ഉരുളി കിടന്ന് തിളക്കണത് വട്ടത്തിൽ ചുറ്റി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിത് പാത്രത്തിലെങ്കിലും കോരി വെച്ച് നിങ്ങളെ കാണിച്ചു തരണ്ടേ. അങ്ങനെ നമ്മളിതേ ഇതൊന്ന് പാത്രത്തിലോട്ട് കോരി വെച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പം നമ്മളുടെ കടയിൽ ഈ ഒരു പാത്രത്തിൽ ബീഫ് കറി കൊടുക്കുന്നത് 120 രൂപക്കാണ്. ഇതിൻ്റെ ഹാഫും കൊടുക്കാറുണ്ട്, അത് 70 രൂപക്കാണ് നമ്മൾ കൊടുക്കാറ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ കൂട്ടുകാരെ. താങ്ക് യു.